സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോസി വാകമറ്റം എഴുതിയ നോവൽ തടങ്കൽ പാളയം തുടരുന്നു. ഭാഗം 14. പെട്ടെന്നവൻ കാൽമുട്ടുകളിലേക്ക് കുനിഞ്ഞ് മുഖം പൊത്തി. ഏങ്ങലിൽ അവൻ്റെ ഉടൽ ഉലയുന്നത് അവൾക്ക് കാണാമായിരുന്നു. സങ്കടം കൊണ്ട് സീമയുടെയും കണ്ണു നിറഞ്ഞു. വിൻസെൻ്റ്, സാന്ത്വനിപ്പിക്കാൻ എന്ന പോലെ അവൾ അയാളുടെ ചുമലിൽ തൊട്ടു. വിൻസെൻ്റ് മുഖമുയർത്തി കൈപ്പത്തി കൊണ്ട് കവിളത്തെ കണ്ണുനീർ തുടച്ചു. ഒരു പെണ്ണിൻ്റെ മുമ്പിലിരുന്ന് കരയുന്നത് ഭയങ്കര ബോറാണെന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ സങ്കടം ആരോടെങ്കിലും പറയണ്ടേ? അത്രയ്ക്ക് സഹിച്ചു. ചിലപ്പോൾ തോന്നും ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന്. തൂക്കുമരം വേണ്ട, വല്ല ട്രെയിനിന് തലവെച്ചോ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ചാടിയോ വിഷം കുടിച്ചോ എങ്ങനെയെങ്കിലും. ഞാൻ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നേ? അവൻ രാജാവായിട്ട് ജീവിച്ചോട്ടെ. തൊണ്ടയിൽ കണ്ണീരലിഞ്ഞ് അവൻ്റെ ഒച്ചയടഞ്ഞു. വിഷമിക്കാതെ വിന്നിച്ച, മുമ്പ് വിജി വിളിച്ചിരുന്ന വിളിയാണെന്നറിയാം. എന്തായാലും സ്നേഹക്കൂടുതലിൻ്റെ വിളിയാണല്ലോ അത്. ജയില് ചാടി ഇത്രയും ദിവസമായിട്ടും വിന്നിച്ചിനെ പിടികൊടുക്കാതെ രക്ഷിച്ചില്ലേ ദൈവം. ഇത്രയും കാത്ത ദൈവത്തിന് എന്തെങ്കിലും ഒരു ഉദ്ദേശമുണ്ടാവും. പ്രതീക്ഷ കൈവിടണ്ട, ധൈര്യമായിട്ടിരിക്കുക. ഞാനല്ലേ പറയുന്നേ. സീമയ്ക്ക് ഒരു ധൈര്യം തോന്നി തുടങ്ങിയിരുന്നു. വിപതി ധൈര്യം പോലെ മനസ്സിനൊരു ബലം. വിന്നിച്ചിനൊരു കാര്യം ചെയ്യ്, കുറച്ച് ദിവസത്തേക്ക് എവിടേക്കെങ്കിലും പോയി ഒളിവിൽ താമസിക്കുക. ഇപ്പോൾ പോലീസൊക്കെ വലിയ ശൗര്യത്തിലാണ്. പേ പിടിച്ച പോലെ ഓടി നടക്കുക എല്ലായിടത്തും. അതൊക്കെ ഒന്ന് അടങ്ങട്ടെ. ഞാൻ എവിടെ പോകാനാ? ആലോചിച്ച് നോക്ക്. തൽക്കാലം സുരക്ഷിതമായ ഒരു സ്ഥലം. വിൻസെൻ്റ് അല്പനേരം ആലോചിച്ചിരുന്നു. കോയമ്പത്തൂർ എനിക്കൊരു പരിചയക്കാരനുണ്ട്. തമിഴനാ, ഒരു നാഗരാജ്. വണ്ടിയുടെ മെക്കാനിക്കാ. പണ്ട് ഔസേപ്പച്ചൻ്റെ വർക്ക്ഷോപ്പിൽ പണിക്ക് നിന്നിരുന്നു. അത് പ്രശ്നമല്ല. അയാൾ വിന്നിച്ചനെ ഔസേപ്പച്ചനെ ഒറ്റിക്കൊടുത്താലോ? ഇല്ല, ഔസേച്ചനുമായിട്ട് പിണങ്ങിപ്പോയതാ. വീടറിയാവോ? ഞാൻ അവൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്. വണ്ടിയുടെ ഡ്യൂപ്ലിക്കേറ്റ് സ്പെയർ പാർട്സ് വാങ്ങാൻ ഔസേപ്പച്ചൻ കോയമ്പത്തൂർ പോകുമ്പോൾ ഞാനും കൂടെ പോകുമായിരുന്നു. എന്നാൽ അങ്ങോട്ട് തന്നെ പോയിക്കോ. വിൻസെൻ്റ് ആലോചിച്ചിരുന്നു. ഒടുവിൽ അതാണെന്ന് അവനും തോന്നി. എനിക്കൊന്ന് കുളിക്കണം. അവൻ ബാത്റൂമിൽ കയറി. കുളി കഴിഞ്ഞ് വന്നപ്പോഴേക്കും സീമ കിടക്ക വിരിച്ചിരുന്നു. ഒന്നുറങ്ങാൻ സമയമുണ്ട്. അത്രയും ദൂരം വണ്ടി ഓടിക്കണ്ടേ? അവൾ പറഞ്ഞു. ഇനി ഉറങ്ങാൻ കിടന്നാൽ സാരമില്ല, 5 മണിക്ക് ഞാൻ വിളിച്ചുണർത്തിക്കൊള്ളാം. വണ്ടി എവിടെയാണ് വെച്ചേക്കുന്നത്? ഈ റോഡ് തീരുന്നിടത്ത് ഒരു വീടുണ്ട്. അവിടെ ഗേറ്റൊന്നുമില്ല. വീട്ടിലോട്ട് നടയിറങ്ങി പോകണം. ഞാൻ ആ നടയ്ക്കരികെ വെച്ചു. ആ വീട്ടിൽ ചെന്നവരാരോ വെച്ചതാണെന്ന് കാണുന്നവർക്ക് തോന്നിക്കോളും. വിൻസെൻ്റ് കിടക്കയിലേക്ക് ചാഞ്ഞു. എനിക്ക് ധൈര്യമായിട്ട് കിടക്കാമല്ലോ അല്ലേ? പേടിയില്ലാതെ ഉറങ്ങിയ ദിവസം മറന്നു. പേടിക്കണ്ട, ഞാനില്ലേ അടുത്ത്. സീമയുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് അവൻ കിടന്നു. പതുക്കെ പതുക്കെ അവൻ്റെ കണ്ണുകൾ അടഞ്ഞു. സീമ കസേര വലിച്ചിട്ട് കട്ടിലിനരികെ ഇരുന്നു. തന്നെ മാത്രം വിശ്വസിച്ചാണ് ഈ മനുഷ്യൻ ശാന്തമായി ഉറങ്ങുന്നതെന്ന് അവൾ ഓർത്തു. ഈ യുവാവിനെ സഹായിക്കാൻ ലോകത്ത് താൻ മാത്രമേയുള്ളൂവെന്ന ഓർമ്മ അവൾക്ക് ധൈര്യവും ജാഗ്രതയും പകർന്നു. ഉറക്കത്തിൽ വിൻസെൻ്റ് ഒരു തവണ ഞെട്ടിപ്പിണഞ്ഞു. കൈകൾ ചുരുട്ടി. ആരുടെയോ പിടിയിൽ നിന്ന് കുതിർന്നതുപോലെ ശിരസ് തലയിണയ്ക്ക് മീതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുട്ടി. അടുത്ത ഞെട്ടലിൽ അയാൾ കണ്ണുമിഴിച്ചു തുറന്നു. കിടക്കയിൽ പിടഞ്ഞെഴുന്നേറ്റിരുന്നു. സീമയെ തുറച്ചു നോക്കി. സ്ഥലകാല ബോധമില്ലാതെ. സീമ അയാളുടെ കരം ഗ്രഹിച്ചു. കിടന്നു, പേടിക്കണ്ട, ഞാനില്ലേ അടുത്ത്, അവൾ മന്ത്രിച്ചു. സീമയെ ഒന്നുകൂടി നോക്കിയിട്ട് അവൻ വീണ്ടും കിടന്നു. മെല്ലെ കണ്ണടച്ചു. സീമ അവൻ്റെ വിരലുകളിൽ മുറുകെ പിടിച്ചു. അവൾക്ക് കരച്ചിൽ വരുന്നുണ്ടായിരുന്നു. പഴയ കോളേജ് ജീവിതവും അവനോട് വഴക്കടിച്ചതും എല്ലാം അവൾക്ക് ഓർമ്മയിൽ മിന്നിമറിഞ്ഞു. ദൈവം ഒടുവിൽ അവൻ്റെ ജീവൻ കാത്തു സൂക്ഷിക്കാൻ തൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു തന്നിരിക്കുന്നു. അവളുടെ മിഴികൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. വെളുപ്പിന് 5 മണിക്ക് തൊട്ടു മുമ്പ് സീമ അവനെ വിളിച്ചുണർത്തി. ഉറക്കം സുഖമായിരുന്നോ? അവൾ ചോദിച്ചു. സീമ ഉറങ്ങിയില്ല അല്ലേ? അത് സാരമില്ല, വേഗം പോകാൻ റെഡിയായിക്കോ. അവൻ മുഖം കഴുകിക്കൊണ്ടിരിക്കെ 5 മണിയുടെ മുനിസിപ്പാലിറ്റി സൈറൺ മുഴങ്ങി. സീമ അവന് വേണ്ടി വാങ്ങിക്കൊണ്ടുവന്ന ഡ്രസ്സുകൾ അടങ്ങിയ പ്ലാസ്റ്റിക് കവർ അവനെ ഏൽപ്പിച്ചു. അവൻ ആവശ്യപ്പെട്ട പണവും നൽകി. സെൽഫോൺ കിട്ടിയില്ല. അടുത്ത തവണ വരുമ്പോൾ തരാം. അവൻ നന്ദിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. രാത്രി മുഴുവൻ ഉറക്കമിളച്ച ആ മുഖം വാടിയിരുന്നു. അവൻ അവളുടെ വലതുകരം പിടിച്ച് വിരലുകളിൽ ചുംബിച്ചു. ഇതെനിക്ക് ദൈവത്തിൻ്റെ കൈയാണ്. എന്നെ സഹായിക്കാനും രക്ഷിക്കാനും ദൈവം നീട്ടിത്തന്ന കൈ, അവൻ മന്ത്രിച്ചു. പിന്നിലെ ടെറസിലെത്തി ചുറ്റും നോക്കി. ആരും കാണുന്നില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം അവൻ ഗോവണിയിലൂടെ താഴെ ഇറങ്ങി. ഗോവണി മുകളിലേക്ക് ഉയർത്തിക്കൊടുത്തു. സീമ അത് കൊണ്ടുവന്ന് പൂർവ്വസ്ഥാനത്ത് വെച്ചു. താഴെ നിന്ന് വിൻസെൻ്റ് അവളുടെ നേർക്ക് കൈവീശി. സീമയും കൈവീശി. അവൻ വീടിൻ്റെ മുൻഭാഗത്തേക്ക് നീങ്ങി. സീമ മുറിയിലെത്തി റോഡിലേക്കുള്ള ജനാല തുറന്നു. അല്പം കഴിഞ്ഞപ്പോൾ ഹെഡ്ലൈറ്റ് തെളിച്ച് ഒരു ബൈക്ക് പാഞ്ഞു പോകുന്നത് അവൾ കണ്ടു. കോയമ്പത്തൂർ സിദ്ധാപുതൂരിലെ തിരക്ക് പിടിച്ച റോഡിലൂടെ ഒരു വർക്ക്ഷോപ്പ് തിരഞ്ഞ് മെല്ലെ വണ്ടി ഓടിക്കുകയായിരുന്നു വിൻസെൻ്റ്.
അവൻ്റെ ബൈക്കിൻ്റെ ഹോൺ ശബ്ദിക്കുന്നില്ല. ദീർഘനേരം നീണ്ട യാത്രയ്ക്കിടെ എപ്പോഴോ അത് കേടായിപ്പോയിരുന്നു. ഒരു വർക്ക്ഷോപ്പിന് മുമ്പിൽ അവൻ വണ്ടി നിർത്തി. ഒരു തമിഴൻ മെക്കാനിക്ക് അടുത്തു വന്നു. സാർ, എന്ന പ്രോബ്ലം? ഹോൺ കേൾക്കുന്നില്ല, ഒന്ന് നോക്കാമോ? ഹെൽമെറ്റിൻ്റെ ഗ്ലാസ് ഉയർത്തി വെച്ച് വിൻസെൻ്റ് പറഞ്ഞു. തമിഴൻ ഫോൺ സ്വിച്ചിൽ വിരലമർത്തി. എന്നിട്ട് തിരിഞ്ഞ് വർക്ക്ഷോപ്പിലേക്ക് നോക്കി കൈ തട്ടി വിളിച്ചു. ഡായ് ജസ്റ്റി, ഇங்கே വാ. കുനിഞ്ഞിരുന്ന ഒരു ബൈക്കിൻ്റെ ബാക്ക് വീൽ അഴിക്കാൻ ശ്രമിക്കുന്ന പയ്യൻ മുഖം തിരിഞ്ഞു നോക്കി. അവൻ്റെ മുഖം കണ്ടതും വിൻസെൻ്റ് ഞെട്ടിപ്പോയി. വിൻസെൻറ്റിൻ്റെ നാട് വിട്ടുപോയ അനുജൻ ജസ്റ്റിനായിരുന്നു അത്. ഓയിലും ഗ്രീസും പുരണ്ട കറുത്ത പാൻസും കാക്കി ഷർട്ടുമായിരുന്നു ജസ്റ്റിൻ്റെ വേഷം. അവൻ ബൈക്കിനടുത്തേക്ക് വരുന്നത് കണ്ട് വിൻസെൻ്റ് ഹെൽമെറ്റിൻ്റെ ഗ്ലാസ് താഴ്ത്തി. അയാളുടെ മനസ്സിൽ വലിയ സംഘർഷം നടക്കുകയായിരുന്നു. ജസ്റ്റിന് മുന്നിൽ താൻ സ്വയം വെളിപ്പെടുത്തണോ വേണ്ടയോ? ജസ്റ്റിൻ സ്ക്രൂ ഡ്രൈവറും സ്പാനറും ഉപയോഗിച്ച് ബൈക്കിലെ ഹോൺ സ്വിച്ച് അഴിക്കാൻ തുടങ്ങി. അവൻ സ്വിച്ച് റിപ്പയർ ചെയ്യുന്നത് നോക്കിക്കൊണ്ട് വിൻസെൻ്റ് ബൈക്കിൽ തന്നെ ഇരുന്നു. ജസ്റ്റിൻ തെരുവിലേക്ക് ഇടയ്ക്കിടെ നോക്കിക്കൊണ്ടിരുന്നു. അവൻ്റെ മുഖത്ത് കരിയോയിൽ പുരണ്ടിരുന്നു. അവൻ്റെ കണ്ണുകളിലെ നിരാശയും ദൈന്യതയും കണ്ടപ്പോൾ വിൻസെൻറ്റിന് വലിയ വിഷമമായി. നാട് വിട്ടുപോയ തൻ്റെ അനുജൻ ഇവിടെ വെച്ച് താൻ സ്വയം വെളിപ്പെടുത്താതെ പോയാൽ ഇനിയൊരിക്കലും അവനെ കണ്ടില്ലെങ്കിലോ? നാട് വിട്ടലിയുന്നവർ ഒരേ സ്ഥലത്ത് തന്നെ തുടരുന്നത് വളരെ അപൂർവമാണ്. ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് അത്തരക്കാർ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. ഏതാനും നാളുകൾക്ക് ശേഷം താൻ ഇവിടെ വന്ന് അന്വേഷിച്ചാൽ ഒരുപക്ഷെ അവനിവിടെ ഉണ്ടായെന്ന് വരില്ല. ജസ്റ്റിനും ജൂലിയും ആനിച്ചേച്ചിയും അമ്മയുമൊത്ത് താൻ നാട്ടിൽ ജീവിച്ചിരുന്ന കാലം വിൻസെൻറ്റിൻ്റെ ഓർമ്മയിൽ തെളിഞ്ഞു. തൻ്റെ വിരലിൽ തൂങ്ങി വളർന്നവനാണ്. താനും ആനിച്ചേച്ചിയും കൂടിയാണ് ദുശാഠ്യക്കാരനായ ഇവനെ കുഞ്ഞുനാളിൽ വളർത്തിയെന്ന് അമ്മ പറയുമായിരുന്നു. റിപ്പയർ ചെയ്ത ഹോൺ സ്വിച്ച് ജസ്റ്റിൻ ബൈക്കിൽ വെച്ചുറപ്പിച്ചു. ജസ്റ്റിൻ ഹെൽമെറ്റ് ഗ്ലാസ് ഉയർത്തിയിട്ട് വിൻസെൻ്റ് വിളിച്ചു. പരിചിത സ്വരം കേട്ട് അവൻ അന്തം വിട്ടു നോക്കി. ഹെൽമെറ്റ് അഴിക്കാൻ ഞാഞ്ഞതും മീശ എടുത്ത് കളഞ്ഞിരുന്നാലും ജസ്റ്റിന് ആദ്യം അതാരെന്ന് മനസ്സിലായില്ല. ഞാനാടാ മോനെ ഇത്, നിൻ്റെ വിന്നിച്ചായൻ. അവൻ ഞെട്ടിപ്പോയി. വിന്നിച്ചായൻ? നീ ബഹളം വെക്കരുത്, അപകടത്തിലാണ് ഞാനിപ്പോൾ. ജസ്റ്റിൻ മിണ്ടാൻ പോലും ആകാതെ നിന്നു. അവൻ അനങ്ങാനും വയ്യ. കാലുകൾ കോൺക്രീറ്റ് വാർത്ത പോലെ ഉറച്ചു പോയിരുന്നു. എനിക്ക് നിന്നോട് സംസാരിക്കണം. നമുക്ക് എങ്ങോട്ടെങ്കിലും മാറി നിന്ന് സംസാരിക്കാം. ആർക്കും സംശയം തോന്നണ്ട. വിൻസെൻ്റ് അടക്കിയ സ്വരത്തിൽ പറഞ്ഞു. വർക്ക്ഷോപ്പുകാരനോട് പറ, വണ്ടിക്ക് സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടെന്നും ഓടിച്ചു നോക്കണമെന്നും. ജസ്റ്റിൻ അനങ്ങാതെ നിന്നു. ചെല്ല്, എനിക്കിവിടെ ഒരുപാട് നേരം നിൽക്കാൻ വയ്യ. ജയില് ചാടി നടക്കുന്നവനാ ഞാൻ. ജസ്റ്റിൻ വർക്ക്ഷോപ്പിലേക്ക് തിരിച്ചുപോയി. അവൻ വേച്ചു പോകുന്നുണ്ടെന്ന് വിൻസെൻറ്റിന് തോന്നി. അവൻ ചെന്ന് വർക്ക്ഷോപ്പ് ഉടമയോട് സംസാരിക്കുന്നത് വിൻസെൻറ്റിന് കാണാമായിരുന്നു. 2 മിനിറ്റിനുള്ളിൽ അവൻ തിരിച്ചെത്തി. ഞാൻ ഓടിക്കാം, അവൻ വിക്കി പറഞ്ഞു. വിൻസെൻ്റ് പിറകിലേക്ക് മാറിയിരുന്നു. ജസ്റ്റിൻ മുമ്പിൽ കയറിയിരുന്നു. ബൈക്ക് അവൻ സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ച് നീങ്ങി. തിരക്ക് കുറഞ്ഞ ഒരു മൂലയിൽ കൊണ്ടുപോയി വണ്ടി നിർത്തി. വിൻസെൻ്റ് വണ്ടിയിൽ നിന്നിറങ്ങി. ഇറങ്ങാൻ തുടങ്ങിയ ജസ്റ്റിനോട് അവൻ പറഞ്ഞു, നീ അവിടെ ഇരുന്നാൽ മതി. ജസ്റ്റിൻ സ്വിച്ച് കീ ഓഫ് ചെയ്തു. നീ എന്തിനാ മോനെ നാട് വിട്ട് ഒളിച്ചോടിയത്? അതും വയ്യാത്ത അമ്മയെയും ആരും താങ്ങില്ലാത്ത ചേച്ചിയെയും അവിടെ ഉപേക്ഷിച്ചിട്ട്? ഞാനും കൂടി ഇല്ലാത്തപ്പോൾ നീ മാത്രമേ അല്ലേ ഉള്ളൂ അവർക്കൊരു തുണ. നീ അതൊന്നും ഓർത്തില്ലല്ലോ. ഞാൻ ഒളിച്ചോടിയതല്ല വിന്നിച്ചായ, ജസ്റ്റിൻ നിറകണ്ണുകളോടെ പറഞ്ഞു. പിന്നെ ഔസേപ്പൻ ചേട്ടൻ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നതാ, ആരും അറിയാതെ. അവൻ്റെ കണ്ടമിടറി. വിൻസെൻ്റ് സ്തംഭിച്ചു നിന്നുപോയി. എന്തിന്? ജൂലി ചേച്ചി മരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം എന്നെ വിളിച്ചു പറഞ്ഞു, ഇനി ഞാൻ നാട്ടിൽ നിൽക്കുന്നത് നാണക്കേടാണെന്ന്, ഭാവി നശിച്ചു പോകുമെന്ന്. തൂക്കിക്കൊന്ന കൊലപ്പുള്ളിയുടെ അനിയനായിട്ടും ആത്മഹത്യ ചെയ്ത പെണ്ണിൻ്റെ ആങ്ങളെയായിട്ടും ഒക്കെ ഒരു ദുഷ്പേര് കാരണം നാട്ടിലിറങ്ങി നടക്കാനോ പഠിക്കാനോ പറ്റാതെയാകുമെന്ന്. നാട്ടിൽ കഴിഞ്ഞാൽ എല്ലാവരും കളിയാക്കുമെന്നും പറഞ്ഞു. ദൂരെ ഏതെങ്കിലും ദേശത്ത് പോയി വല്ല ജോലിയും ചെയ്ത് ജീവിച്ചാലേ എൻ്റെ ഭാവി നന്നാകത്തുള്ളെന്ന് ഉപദേശിച്ചു. ആലോചിച്ച് നോക്കിയപ്പോൾ ശരിയാണെന്ന് എനിക്കും തോന്നി. ജസ്റ്റിൻ ഒന്ന് നിർത്തി. എന്നിട്ട്? പക്ഷേ എങ്ങോട്ട് പോകണമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഔസേപ്പച്ചൻ ചേട്ടൻ എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയി ജോലി വാങ്ങിത്തരാമെന്ന് പറഞ്ഞു. വീട്ടിൽ പറഞ്ഞാൽ വിടില്ലെന്നും അതുകൊണ്ട് ആരും അറിയാതെ കൂടെ ചെല്ലണമെന്നും പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ആരോടും പറയാതെ പോന്നേ. ഇവിടെ കൊണ്ടുവന്ന് എനിക്ക് ആദ്യം ഒരു ഹോട്ടലിൽ ജോലി വാങ്ങിത്തന്നു, പിന്നെ ഒരു നെയ്ത്ത് കമ്പനിയിൽ, കുറേ നാൾ വേറൊരു വർക്ക്ഷോപ്പിലായിരുന്നു. പിന്നെ എന്നെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി. ഒരിടത്ത് ഒന്നുറച്ച് വരുമ്പോഴേക്കും വേറെ എങ്ങോട്ടെങ്കിലും മാറ്റും. പിന്നെ ഇവിടുന്ന് ബാംഗ്ലൂർക്ക് കൊണ്ടുപോകാമെന്നാണ് കഴിഞ്ഞ തവണ വന്നപ്പോൾ പറഞ്ഞു. അവിടെ തോട്ടത്തിലെ സൂപ്പർവൈസറായിട്ട് ജോലി ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന്. അവൻ കണ്ണീർ തൂത്തും കരച്ചിലടക്കി വിങ്ങിപ്പൊട്ടിയും വല്ലവിധേനയും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. എടാ മോനെ, നിനക്കൊരു കാര്യം അറിയാമോ? ഔസേപ്പച്ചനാ സെബാനെ കൊന്നത്.
നമ്മുടെ ജൂലി മരിക്കാനുള്ള കാരണവും വേറെ ആരുമല്ല, അവനാ. ചതിയനും വഞ്ചകനും കൊലപാതകമേ അവൻ. ജയിൽ ചാടിയ ശേഷം ഞാൻ രഹസ്യമായിട്ട് അതേപ്പറ്റി അന്വേഷിച്ചു. അതൊക്കെ വലിയ ചരിത്രമാണ്, വിസ്തരിച്ച് പറയാൻ ഇപ്പം സമയമില്ല. ജസ്റ്റിൻ അന്തം വിട്ട് വിൻസെൻറ്റിനെ നോക്കിക്കൊണ്ടിരുന്നു. ഇനി ഒരിക്കലും നീ ഔസേപ്പച്ചനെ വിശ്വസിച്ചേക്കരുത്. നീ ഇത്രയും നാൾ ജീവിച്ചിരുന്നത് നിന്റെ ഭാഗ്യം. ബാംഗ്ലൂർക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞത് കൊല്ലാനായിരിക്കും. അത് ചെയ്യാൻ മടിയില്ലാത്തവനാ. ഞാനിനി എന്തു ചെയ്യണം മിന്നിച്ചായ? ഞാൻ ആകെ മടുത്തിരിക്കുക. ഭയങ്കര പണിയാണ് ഇവിടെ. കാലത്ത് 8 മണിക്ക് തുടങ്ങിയ രാത്രി 10 വരെ. പണി പഠിക്കുന്നേയുള്ളെന്നും പറഞ്ഞാൽ ചെലവ് കാശ് മാത്രം തരും. അത് വയറ് നിറച്ച് വല്ലതും കഴിക്കാൻ കൂടി തികയില്ല. എനിക്കിപ്പം ജീവിക്കണമെന്ന് പോലും ഇല്ല. നാട്ടിലോട്ട് തിരിച്ചു ചെല്ലാനും നാണക്കേടാ. ഞാൻ അനുഭവിക്കുന്നത് വെച്ച് നോക്കുമ്പോൾ എന്ത് നിസ്സാരമാണടാ ഇത്. തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ടവനല്ലേ ഞാൻ, അതും വേറൊരുത്തൻ ചെയ്ത കൊലപാതകത്തിന്. എനിക്ക് യാതൊരു മനസ്സറിവുമില്ലാത്ത കുറ്റത്തിന്. എന്തെല്ലാം അപമാനം, പട്ടിണി, കടപ്പാട്, ദുരിതം, ദേഹോപദ്രവം എല്ലാം ഞാൻ സഹിച്ചില്ലേ. ജയിലിൽ ചാടിയില്ലെങ്കിൽ എന്നെ ഇതിനകം തൂക്കിക്കൊന്നേനെ. പോലീസ് നാട് മുഴുവൻ എന്നെ തെരഞ്ഞ് നടക്കുക. അവിടെ രക്ഷയില്ലാഞ്ഞിട്ടാ ഇങ്ങോട്ട് കടന്നത്. ഇപ്പോൾ എനിക്കൊരു വിശ്വാസമുണ്ട്, സത്യം ജയിക്കും. എൻ്റെ നിരപരാധിത്വം ഞാൻ തെളിയിക്കും. എൻ്റെ കഴുത്തിൽ കിടക്കുന്ന മരണക്കുടുക്ക് ഞാൻ ഊരി അവൻ്റെ കഴുത്തിലിട്ട് കൊടുക്കും. ആവേശം കൊണ്ട് വിൻസെൻ്റ് കിതച്ചു. അല്ലെങ്കിൽ എൻ്റെ മോനെ, നിന്നെ ഇവിടെ വെച്ച് കാണാൻ എനിക്ക് സാധിക്കുമായിരുന്നോ? നിന്നെ നഷ്ടപ്പെട്ടു പോയെന്ന് വിചാരിച്ചിരുന്നതല്ലേ? ദൈവമല്ലേടാ നിന്നെ എനിക്ക് കാണിച്ചു തന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഈ കോയമ്പത്തൂർ വരാനും ബൈക്കിൻ്റെ ഹോൺ കേടാകാനും വല്ല കാര്യമുണ്ടോ? നിന്നെ കൂടി കണ്ടപ്പോൾ എനിക്കുള്ള ആശ്വാസവും ധൈര്യവും എന്തുമാത്രമാണെന്ന് പറഞ്ഞറിയിക്കാൻ മേല. ഗദ്ഗതം കൊണ്ടും വിൻസെൻറ്റിൻ്റെ തൊണ്ട ഇടറുന്നുണ്ടായിരുന്നു. നീ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട. വന്ന പോലെ തന്നെ ആരും അറിയാതെ നാട്ടിലേക്ക് തിരിച്ചു പോയിക്കോ. ആരോടും സൂചിപ്പിക്കുകയോ പോലും ചെയ്തേക്കരുത്. നിന്നെ കാണുമ്പോൾ അമ്മയ്ക്കും ചേച്ചിക്കുമൊക്കെ എന്ത് സന്തോഷമായിരിക്കും. നീ ജീവിച്ചിരിപ്പുണ്ടെന്ന് പോലും അറിയാതെ തീ തിന്നുകയല്ലേ അവർ. പോകാൻ എനിക്ക് വണ്ടിക്കൂലിക്കുള്ള കാശ് പോലും ഇല്ല വിന്നിച്ചായ. കാശ് ഞാൻ തരാമെടാ. കഴിയുമെങ്കിൽ ഇന്ന് തന്നെ നീ വണ്ടി കയറിക്കോ, അല്ലെങ്കിൽ നാളെ. ഇവിടെ ആരും അറിയരുത്. നിന്നെ ചെക്ക് ചെയ്യാൻ ആരെയെങ്കിലും ഏർപ്പാടാക്കിയിട്ടുണ്ടാവും. അവൻ്റെയൊക്കെ കണ്ണ് വെട്ടിച്ച് കടന്നേക്കണം. രാത്രിയിൽ നീ എവിടെയാണ് കിടന്നുറങ്ങുന്നേ? കടത്തിണ്ണേൽ. ഉറങ്ങുന്ന മാതിരി കിടന്നിട്ട് എഴുന്നേറ്റ് സ്ഥലം വിട്ടേക്കണം. ഇഷ്ടം പോലെ ബസ്സുണ്ട് ഇവിടുന്ന്. പാലക്കാടിനുള്ള വണ്ടിയാണ് ആദ്യം കിട്ടുന്നതെങ്കിൽ അതേ കയറണം. തൃശ്ശൂരിനുള്ളതാണെങ്കിൽ അതേൽ. നാട്ടിൽ ചെല്ലുമ്പോൾ ഔസേപ്പച്ചൻ ചേട്ടനോ? ആ പട്ടിക്കഴുവരുടെ മോനെ ഇനി അങ്ങനെ വിളിക്കരുത്. ചേട്ടനല്ലവൻ, ചെകുത്താനാ. എന്തിനാ ആരോടും പറയാതെ പോകുന്നതെന്ന് ചോദിക്കുകയില്ല. അവൻ്റെ തനി നിറ എനിക്കും നമ്മുടെ അമ്മയ്ക്കും ചേച്ചിക്കും മനസ്സിലായിട്ടുണ്ടെന്ന് അവനറിയാം. അഥവാ ചോദിച്ചാൽ പറഞ്ഞേക്ക്, ഇവിടുത്തെ ജോലി മടുത്തിട്ടും വിശപ്പ് സഹിക്കാൻ മേലാഞ്ഞിട്ടും പോകുന്നതാണെന്ന്. വണ്ടിക്കൂലി എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ കള്ളവണ്ടി കയറിയെന്ന് പറഞ്ഞു. പക്ഷേ എന്നെ കണ്ട കാര്യം ആരോട് സൂചിപ്പിക്കുക പോലും ചെയ്തേക്കരുത്. അമ്മയോടോ ചേച്ചിയോടോ പോലും പറയണ്ട. നിൻ്റെ മനസ്സിലിരുന്നാൽ മതി. ഞാനീ കോയമ്പത്തൂരിലുണ്ടെന്ന് ഒറ്റ കുഞ്ഞു പോലും അറിയരുത്. പോലീസ് ഇവിടെ പാഞ്ഞെത്തും. വിൻസെൻ്റ് പോക്കറ്റിൽ നിന്നും 10-100 രൂപ നോട്ടുകൾ എണ്ണിയെടുത്ത് അവന് കൊടുത്തു. ഇത്രയും വേണ്ട വിന്നിച്ചായ. വിന്നിച്ചായനല്ലേ അത്യാവശ്യം? ഇരിക്കട്ടെ, അവിടെ ചെന്ന് കഴിഞ്ഞാലും നിനക്ക് ആവശ്യം വരും. വിന്നിച്ചായൻ ഇനി ഞാനങ്ങ് വരുമടാ, നീ പേടിക്കണ്ട. എന്തായാലും നിന്നെ എനിക്ക് തിരിച്ചു കിട്ടിയല്ലോ. വിൻസെൻ്റ് ഹെൽമെറ്റ് ഊരി മാറ്റി. നീ വല്ലാതെ ക്ഷീണിച്ചു പോയി കേട്ടോ. സാരമില്ലടാ, നമ്മുടെ വിഷമങ്ങളെല്ലാം മാറും. നീ ധൈര്യമായിട്ടിരിക്കെ. വിൻസെൻ്റ് അവൻ്റെ ശിരസിൽ തലോടി. അവൻ്റെ കവിളത്ത് പുരണ്ട കരി തൂത്തു കളഞ്ഞു. ജസ്റ്റിൻ പെട്ടെന്ന് വിങ്ങിക്കരഞ്ഞു. ഇനി എന്തിനാടാ കരയുന്നേ? സമാധാനമായിട്ട് സന്തോഷമായിട്ടും ഇരിക്കെ. വാ പോകാം. വിൻസെൻ്റ് ഹെൽമെറ്റ് തലയിൽ വെച്ചു. എന്നിട്ട് ജസ്റ്റിൻ്റെ പിറകിൽ കയറിയിരുന്നു. ജസ്റ്റിൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. ഓർമ്മയുണ്ടല്ലോ? ആർക്കും ഒരു സംശയവും തോന്നരുത്. അവിടെ ചെന്നാൽ ഔസേപ്പച്ചനോട് പോലും ഒന്നും അറിയാത്തതുപോലെ പെരുമാറിക്കൊള്ളണം. ബൈക്ക് തിരികെ വർക്ക്ഷോപ്പിലെത്തി. വൈകിയതിനെ കണ്ണു പൊട്ടുന്ന തെറി പറഞ്ഞുകൊണ്ട് വർക്ക്ഷോപ്പ് ഉടമ ജസ്റ്റിൻ്റെ നേർക്ക് കുരച്ച് ചാടി. സ്റ്റാർട്ടിംഗ് ട്രബിൾ ചെക്ക് പണ്ടുറതുക്ക് എത്ര സമയം വേണമടാ നായേ? അമറിക്കൊണ്ട് തമിഴൻ ജസ്റ്റിൻ്റെ കരണത്തടിച്ചു. അത് കണ്ട് ജസ്റ്റിൻ്റെ ചോര തിളച്ചു. എങ്കിലും പണിപ്പെട്ട് അത് അടക്കി. വർക്ക്ഷോപ്പ് ഉടമ ജസ്റ്റിൻ്റെ കഴുത്തിന് പിടിച്ച് കടയ്ക്കുള്ളിലേക്ക് തള്ളി. എന്നിട്ട് വിൻസെൻറ്റിൻ്റെ അടുത്ത് ചെന്നു. എന്താ ഓൺ എപ്പടി കേൾക്ക മുടിയുമാ? അയാൾ തന്നെ ഓൺ സ്വിച്ച് പിടിച്ച് ഞെക്കി. ശബ്ദമുണ്ട്, കുഴപ്പമില്ല. நல்லா இருக்கு. സ്റ്റാർട്ടിംഗ് ട്രബിൾ എപ്പടി? കൊഞ്ചം ജാസ്തിയാ? കുഴപ്പമില്ല, പെട്രോളിലിരുന്ന കരണ്ട് താൻ. വിൻസെൻ്റ് പറഞ്ഞു. 50 റുപ്പീസ് കൊടുങ്കോ? തമിഴൻ കൈ നീട്ടി. അയാളുടെ ചെകിട്ടത്തൊന്ന് കൊടുക്കാനാണ് വിൻസെൻറ്റിന് തോന്നിയത്. 50യോ? ആമാങ്കേ, കൊഞ്ചം ജാസ്തിയല്ലേ? കമ്മി ആർക്കും കൊടുങ്കോ, നിറിയ വേറെ ഇருக்கு.
വിൻസെൻ്റ് പണം കൊടുത്തു. ജസ്റ്റിനെ ഒരിക്കൽ കൂടി നോക്കിയിട്ട് അവൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചു പോയി. പീളമേട് റോഡിൽ നിന്നും ബൈക്ക് ശിങ്കാരനല്ലൂർ റോഡിലേക്ക് തിരിഞ്ഞ് കുറേ പോയതിനു ശേഷം പളനിയമ്മൻ തെരുവിലേക്ക്. മുന്നോട്ട് പോകുന്തോറും റോഡ് ഇടുങ്ങി വന്നു. സൈക്കിളുകളും റിക്ഷാകളും ഉന്തുവണ്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും നിരന്തരം ഇടതടവില്ലാതെ നീങ്ങുന്നുണ്ട്. ഇടയ്ക്കിടെ ജംഗ്ഷനുകളിൽ ഗതാഗതക്കുരുക്കും വണ്ടിക്കാർ തമ്മിലുള്ള വാഗ്വാദങ്ങളും. കെട്ടിടങ്ങളുടെ ഉയരം കുറഞ്ഞു വന്നു. ഇനി ബഹുനില കെട്ടിടങ്ങളൊന്നും ഇല്ല. ക്രമേണ വാർക്ക കെട്ടിടങ്ങളും കാണാനല്ലാതായി. ഓടുമേഞ്ഞതും ഇലയും പുല്ലും വൈക്കോലും മേഞ്ഞതും ടിൻഷീറ്റും ജനതാ ഷീറ്റ് മേഞ്ഞതും അങ്ങനെ കുറേ ചെറിയ കുടിയിടകൾ. അവയ്ക്ക് പൊക്കം കുറഞ്ഞും ഇറമ്പുകൾ താണും കാണപ്പെട്ടു. ടാറിട്ട നിരത്ത് അവസാനിച്ചു. ഇനി മൺപാത. ചേരുപോലുള്ള സ്ഥലം. കുറേ പെട്ടിക്കടകളും കുടിലുകളും ഇടുങ്ങിയ റോഡിന് ഇരുവശവും നിരത്തിയ പോലെ. പശുക്കളും പന്നികളും നായ്ക്കളും നഗ്നരായ മനുഷ്യക്കുഞ്ഞുങ്ങളും ഇടകലർന്ന് അലഞ്ഞു നടക്കുന്ന തെരുവ്. പച്ചക്കറിയും പലവ്യഞ്ജനവും പച്ചമീനും കരുവാടും വിൽക്കുന്ന പീടികകൾ. കൊത്തമല്ലിയുടെയും പച്ചമീനിൻ്റെയും മുല്ലപ്പൂവിൻ്റെയും ഇടകലർന്നുള്ള ഗന്ധം. ചാണകവർണ്ണികൾ ഉണങ്ങാൻ നിർത്തിയ മുറ്റങ്ങൾ. മല്ലികൈപ്പൂവേ പൂക്കളുടെ പേരുകൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീ നടന്നു പോകുന്നുണ്ടായിരുന്നു. നാഗരാജിൻ്റെ വീട്ടിൽ മുമ്പ് 3 തവണ പോയിട്ടുള്ളത് വിൻസെൻ്റ് ഓർത്തു. സ്നേഹവും ആത്മാർത്ഥതയുമുള്ള ചെറുപ്പക്കാരനായിരുന്നു നാഗരാജ്. അവൻ ഔസേപ്പച്ചൻ്റെ വർക്ക്ഷോപ്പിൽ പണിക്ക് നിന്ന കാലത്തുള്ള പരിചയമാണ്. ഔസേപ്പച്ചൻ നാഗരാജനെയും കൂട്ടി വണ്ടികൾക്കുള്ള ഡ്യൂപ്ലിക്കേറ്റ് സ്പെയർ പാർട്സ് എടുക്കാൻ കോയമ്പത്തൂരിലേക്ക് പോരുമ്പോൾ താനും കൂടെ പോരുമായിരുന്നു. അങ്ങനെ വന്നപ്പോഴെല്ലാം നാഗരാജ് തങ്ങളെ അയാളുടെ വീട്ടിൽ കൊണ്ടുപോയി സൽക്കരിക്കുമായിരുന്നു. അയ്യാമാർ അയാളുടെ മൺകുടിലിൽ ചെല്ലുന്നത് അയാൾക്ക് വലിയ സന്തോഷമായിരുന്നു. ലേശം മാനസികാസ്വാസ്ഥ്യമുള്ള ഒരമ്മയും സമൃദ്ധമായ മുടി പിന്നിയിട്ട് അതിൽ പിച്ചിപ്പൂവും ജമന്തിയും ചൂടുന്ന, എന്തു പറഞ്ഞാലും തല കുനിച്ചു നിന്ന് അടക്കി ചിരിക്കുന്ന ദാവണി ധരിച്ച ഒരു കുഞ്ഞു പെങ്ങളും. അവളുടെ പേര് ലത. ഒരു വർക്ക്ഷോപ്പ് മെക്കാനിക്കിനേക്കാൾ എന്തുകൊണ്ടും മികച്ച ഒരുവനെ കൊണ്ട് ലതാവുടെ തിരുമണം നടത്തിക്കണം എന്നതായിരുന്നു നാഗരാജിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം. ലതയുടെ കല്യാണത്തിന് താനും ഔസേപ്പച്ചനും സെബാസ്റ്റ്യനും നിശ്ചയമായി ഉണ്ടായിരിക്കണമെന്നും 3 ദിവസമെങ്കിലും ആഘോഷങ്ങൾ നടത്തണമെന്നും നാഗരാജ് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഔസേപ്പച്ചനുമായി ഉണ്ടായ ഒരു ധാരണ പിശകിൽ പിണങ്ങി പിരിഞ്ഞു. നാഗരാജ് പിന്നീട് മുളങ്കരയിൽ വന്നിട്ടേയില്ല. നാഗരാജിൻ്റെ പെങ്ങൾ ലതാവുടെ കല്യാണം ഇതിനകം കഴിഞ്ഞിട്ടുണ്ടാവണം. വിൻസെൻ്റ് ഓർത്തു. താനോ ഔസേപ്പച്ചനോ സെബാസ്റ്റ്യനോ പങ്കെടുക്കാത്ത ആഘോഷങ്ങളോടെ. മലിനജല കനാലിന് തൊട്ടപ്പുറത്തുള്ള മൺകുടിലിൻ്റെ ഇത്തിരി മുറ്റത്ത് വിൻസെൻ്റ് വണ്ടി നിർത്തി. ജീർണാവസ്ഥയിലായ വീടും അടഞ്ഞ വാതിലും കണ്ട് അവൻ അമ്പരന്നു. ആൾവാസമില്ലാത്ത വീടാണോ ഇത്? തനിക്ക് പിശകു പറ്റിയോ അതോ വീട് തെറ്റിയോ? തൊട്ടപ്പുറത്തെ കുടിലിൻ്റെ മുമ്പിൽ ചേല കൊണ്ട് മാത്രം മാറുമറച്ച തല തീരെയും നരച്ച ഒരു വൃത്ത തന്നെ നോക്കി നിൽക്കുന്നത് കണ്ട് വിൻസെൻ്റ് അങ്ങോട്ട് ചെന്നു. നാഗരാജിൻ്റെ വീട് ഇത് തന്നെയല്ലേ പാട്ടി? അത് താനേ നീങ്കിയാരപ്പാ? ഞാൻ നാഗരാജിൻ്റെ ഒരു പാട്ടി തലയൽപ്പം ചെരിച്ച ഒരു പ്രത്യേകതയുള്ള ചിരി ചിരിച്ചു. ഉള്ള ആളിருக்கு. ഉനക്ക് മുന്നാടിയേ ഒരാൾ അവളെ പാക്കറുതുക്ക് വന്നിരിക്കതേ തമ്പി. നീങ്ക കൊഞ്ച നേരം അമേദിയാ നില്ലുങ്കോ. വീണ്ടും അവനെ നോക്കി ഒരു സ്പെഷ്യൽ ചിരി ചിരിച്ചിട്ട് പാട്ടി വീടിനുള്ളിലേക്ക് കയറി. വിൻസെൻറ്റിന് ആ സംസാരത്തിൻ്റെയും ചിരിയുടെയും പൊരുൾ മനസ്സിലായില്ല. അവൻ ബൈക്കിനരികിൽ ചെന്ന് അതിന്മേൽ ചാരി നിന്നു. കുറേ നേരം കഴിഞ്ഞപ്പോൾ വാതിൽ തുറക്കപ്പെട്ടു. കറുത്തു മെല്ലിച്ച ഒരു മധ്യവയസ്കൻ പുറത്തേക്കിറങ്ങി. വിയർത്ത ദേഹത്ത് എടുത്തണിഞ്ഞ ഷർട്ടിൻ്റെ ബട്ടൺസ് അയാളപ്പോൾ ഇടുന്നതേയുണ്ടായിരുന്നുള്ളൂ. മുറ്റത്തേക്ക് കാറ് തുപ്പിയിട്ട് അയാൾ കാത്തുനിന്ന വിൻസെൻറ്റിനെ നോക്കി. പുകയിലക്കറ പുരണ്ട പല്ലുകൾ കാട്ടി വെളുക്കേ ചിരിച്ചിട്ട് നടന്നുപോയി. താനെ അടഞ്ഞ വാതിൽമേൽ വിൻസെൻ്റ് ചെന്ന് തട്ടി വിളിച്ചു. "യാരത്?" അകത്തുനിന്നൊരു സ്ത്രീ ശബ്ദം. വാതിൽ തുറക്കപ്പെട്ടു. മുന്നിൽ കണ്ട മെലിഞ്ഞു വിളറിയ ഒരു സ്ത്രീരൂപത്തെ അവൻ ആദ്യം തിരിച്ചറിഞ്ഞില്ല. ഉൾക്കിടിലത്തോടെ വീണ്ടും അവൻ നോക്കി. ലതയല്ലേ ഇത്? നാഗരാജിൻ്റെ പെങ്ങൾ. പച്ചച്ചേല വാരി ചുറ്റിയ ഉടൽ, ഹുക്കുകൾ മുഴുവനായി ഇടാത്ത ബ്ലൗസിൻ്റെ മുകളിലേക്ക് എത്തി നോക്കുന്ന ഏതാനും മുഷിഞ്ഞ നോട്ടുകളുടെ അറ്റം. ഒരു നിമിഷത്തെ നടുക്കം അവളുടെ കണ്ണുകളിലും അയാൾ കണ്ടു. അത് തിരിച്ചറിവിൻ്റേതായിരുന്നു. പെട്ടെന്നത് മാഞ്ഞു. "എന്നെ വേണം സാർ?" "ലതയല്ലേ?" അവൻ ചോദിച്ചു. "ആ മാങ്കേ, ഞാൻ താൻ ലത." അവൾ ചിരിച്ചു. "ഉള്ള വാങ്കോ." വിൻസെൻ്റ് ചുറ്റുമൊന്ന് നോക്കി. പിന്നെ സംശയിച്ച് അകത്ത് കയറി. വെളിച്ചം മങ്ങിയ മുറിയിൽ നിലത്ത് വിരിച്ച മുഷിഞ്ഞു കീറിയ തഴപ്പായിമേൽ മെലിഞ്ഞുണങ്ങിയ ഒരു സ്ത്രീ കാലുകൾ നീട്ടിവെച്ച് ചുമരും ചാരി ഇരിക്കുന്നത് കണ്ടു. ചിക്കിപ്പരത്തി ചിതറിച്ച ചപ്ര തലമുടിയിൽ അവർ ഇരുകൈകൊണ്ടും മാന്തുന്നുണ്ടായിരുന്നു. ഒരാൾ മുറിയിലേക്ക് കടന്നത് അവർ അറിഞ്ഞതേയില്ലെന്ന് തോന്നി. ശബ്ദമില്ലാതെ എന്തൊക്കെയോ അവർ പിറുപിറുത്തു.
അത് നാഗരാജിൻ്റെ അമ്മയാണെന്ന് വിൻസെൻ്റ് ഒരു ഞെട്ടലോടെ തിരിച്ചറിഞ്ഞു. ഉക്കാറുങ്കോ. ലത ഒരു സ്റ്റൂൾ ചൂണ്ടിക്കാട്ടി. വിൻസെൻ്റ് ഇരുന്നു. വിശ്വാസം വരാത്ത പോലെ വീണ്ടും ലതയെ നോക്കി. അവൻ്റെ മനസ്സിൽ ചില ചിത്രങ്ങൾ വീണുടഞ്ഞു. മഞ്ഞ ധാവണിയുടുത്ത് പിന്നിയിട്ട മുടിയിൽ പിച്ചിയും ജമന്തിയും ചൂടി തലകുനിച്ച് അടക്കി ചിരിച്ച് നിൽക്കാറുണ്ടായിരുന്ന പെൺകുടി. 3 ദിവസത്തോളം ആഘോഷം നീളുമെന്ന് നാഗരാജ് സ്വപ്നം കണ്ട തങ്കച്ചിയുടെ കല്യാണം. നാഗരാജിനെ കാണാനാ ഞാൻ വന്നത്, വിൻസെൻ്റ് പറഞ്ഞു. ലതയുടെ മുഖം പെട്ടെന്ന് തീരെ മങ്ങിപ്പോയി. അവൾ വിൻസെൻറ്റിൻ്റെ നേർക്ക് തുറിച്ചു നോക്കി. മകൻ്റെ പേര് കേട്ട അമ്മ തലമാന്തുന്നത് നിർത്തി പെട്ടെന്ന് ചെകിടോർത്തു. നാഗരാജ് എവിടെ ലത? അണ്ണനിങ്കെ ഇല്ലേ? അവളുടെ സ്വരം വിറച്ചു. എവിടെ പോയി? മുഖം പൊത്തി ഒരു കരച്ചിലായിരുന്നു മറുപടി. വിൻസെൻ്റ് അന്താളിച്ചു പോയി. അവൻ അല്പനേരം കാത്തിരുന്നു. നിന്റെ നാഗരാജ് അണ്ണൻ എവിടെ പോയി ലത? തുടർന്ന് അവൾ പറഞ്ഞ മറുപടി വിൻസെൻറ്റിനെ ഞെട്ടിക്കുന്നതായിരുന്നു. നാഗരാജിനെ കാണാതായിട്ട് 3 വർഷമായിരിക്കുന്നു. ഒരു നാൾ പതിവ് പോലെ മുക്കടത്തെ ലെയ്ത്തിൽ വേലയ്ക്ക് പോയ അയാൾ പിന്നെ തിരിച്ചെത്തിയില്ല. രാത്രി ലെയ്ത്ത് പണി കഴിഞ്ഞ് വീട്ടിൽ പോകാനിറങ്ങിയ നാഗരാജിനെ കാറിൽ വന്ന ആരോ കൂട്ടിക്കൊണ്ടുപോയി. പിന്നീട് അയാളെ ആരും കണ്ടിട്ടില്ല. തലച്ചോറിലൊരു ഇടിമിന്നൽ പുളഞ്ഞ പോലെ തോന്നി വിൻസെൻറ്റിന്. 3.5 വർഷം മുമ്പ് കാറിൽ വന്ന ആരോ. ശരിക്കും എന്നാണ് കാണാതായത്? വർഷം, തീയതി? വിൻസെൻ്റ് ഉദ്യോഗത്തോടെ ലതയെ നോക്കി. 97 നവംബർ മാസം 23. ആ തീയതി ലത ഒരിക്കലും മറക്കില്ല. അവളുടെ ജീവിതത്തിന്മേൽ കരിമ്പുക പടർന്ന ദിവസമാണത്. വിൻസെൻറ്റിൻ്റെ ബുദ്ധിയിൽ മനക്കണക്കുകളുടെ കൂട്ടലും കിഴിക്കലും അതിവേഗം നടന്നു. 97 നവംബർ 23. കാറിൽ വന്ന ആരോ. പള്ളിത്താഴ്ച സെബാസ്റ്റ്യൻ്റെ ശരീരം കാറിൽ കത്തിക്കരിഞ്ഞ നിലയിൽ കാണപ്പെട്ടത് 97 നവംബർ 25. വിൻസെൻറ്റിൻ്റെ തലച്ചോറിൽ ഒരു വെള്ളിടി മുഴങ്ങി. വർക്ക്ഷോപ്പിന് നേരെ എതിർവശത്തുള്ള കടത്തിണ്ണയിലാണ് രാത്രികളിൽ ജസ്റ്റിൻ അഭയം തേടിയിരുന്നത്. ഇപ്പോൾ ഒളിച്ചോട്ടത്തിന് തയ്യാറെടുത്തിരിക്കുന്ന അവൻ അതൊരു അനുഗ്രഹമായി. ഇന്നലെ വരെ കിടന്ന ബേക്കറിക്കടയുടെ തിണ്ണയിൽ നിന്ന് അവൻ കാളിമുത്തു ആൻഡ് സൺസിൻ്റെ വരാന്തയിലേക്ക് മാറി. ആ വരാന്തയിലെ മികച്ച ഇടമെല്ലാം പതുവാർ കൈവശപ്പെടുത്തിയിരുന്നു. ഷട്ടറിന് താഴെയുള്ള വീതി കുറഞ്ഞ പടിയിൽ അവൻ അഭയം തേടി. രാത്രി വളർന്ന പ്രായം തികഞ്ഞു. സ്ട്രീറ്റ് ലൈറ്റുകൾക്ക് കീഴിൽ തെരുവ് നായ്ക്കൾ അലഞ്ഞു നടന്നു. നിരത്ത് തീർത്തും വിജനമായി. ജസ്റ്റിൻ എഴുന്നേറ്റ് ചുറ്റുപാടുകൾ നോക്കി. പിന്നെ ഇടവലം നോക്കാതെ അവൻ ഇറങ്ങി നടന്നു. മേട്ടുപ്പാളയം റോഡ് ക്രോസ് ചെയ്ത് അവൻ ഗാന്ധിപുരം ലക്ഷ്യമാക്കി നടന്നു. റിപ്പയർ ചെയ്യുന്ന വണ്ടികളുടെ ട്രയൽ റണ്ണിന് പോകുമ്പോഴെല്ലാം കണ്ട് നഗരഭാഗങ്ങൾ അവന് പരിചിതമായി തീർന്നിരുന്നു. ബസ് സ്റ്റാൻഡിന് അടുത്ത് വെച്ച് അവൻ യാദൃശ്ചികമായി കൂടെ പണിയെടുക്കുന്ന ഗണേശൻ്റെ മുമ്പിൽ ചെന്നുപെട്ടു. ഗണേശൻ സെക്കൻഡ് ഷോ സിനിമ കഴിഞ്ഞ് മടങ്ങിയായിരുന്നു. നീ എങ്ക പോറേ? ഗണേശൻ ആശ്ചര്യത്തിൽ അവനോട് ചോദിച്ചു. പെട്ടെന്നൊരു ഉത്തരം കിട്ടാതെ ജസ്റ്റിൻ പതറി. പിന്നെ അപ്പോൾ വിളഞ്ഞ ഒരു കള്ളം തട്ടിവിട്ടു. ബസ് സ്റ്റാൻഡിൽ ഊരിലിരുന്ന് ഒരാൾ വരും, അങ്കേ വെയിറ്റ് പണണമെന്ന് ചൊല്ലിയിருக்கு. അപ്പടിയാ? ആര് വരപ്പോറേ? ഫ്രണ്ടാ? ആ ഫ്രണ്ട്. വേല പാക്കുന്നതൊക്കെ താനേ? ആമാ. എന്നെ വേലയെ വർക്ക്ഷോപ്പിലാ? തേടിപ്പാക്കണം. ഗണേശൻ നടന്നുപോയി. ജസ്റ്റിൻ വേഗം ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു. ഗണേശന് വല്ല സംശയം തോന്നിയിരിക്കുമോ എന്നായിരുന്നു അവൻ്റെ പേടി. രാത്രി 1 മണിക്ക് ജസ്റ്റിന് ഒരു എറണാകുളം ബസ് കിട്ടി. വീട്ടുമുറ്റത്ത് ഒരു ഓട്ടോറിക്ഷ വന്ന് നിൽക്കുന്നത് കണ്ട് ആനിയുടെ മോനാണ് വിളിച്ചു പറഞ്ഞത്. മമ്മി, ആരാണ്ട് വന്നു. ആനി സിറ്റൗട്ടിലേക്ക് ഇറങ്ങി നോക്കി. ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങുന്ന ആളെ കണ്ടപ്പോൾ അവൾ അന്തം വിട്ടു. ജസ്റ്റിൻ! ഇത് സ്വപ്നമാണോ? അവൾ സ്തംഭിച്ചു നിന്നുപോയി. നാട് വിട്ടുപോയ തൻ്റെ കുഞ്ഞനുജൻ. ഓട്ടോറിക്ഷക്കാരന് ചാർജ് കൊടുത്തിട്ട് അവൻ നേരെ സിറ്റൗട്ടിലേക്ക് വന്നു. ആനി അവനെ കണ്ണുവെക്കാതെ നോക്കി. വിളർത്തും നിറം മങ്ങിയും നൈരാശ്യം കൊണ്ടും തളർന്നും മെലിഞ്ഞും കാണപ്പെട്ട ആ രൂപം തൻ്റെ അനുജനാണെന്ന് അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൻ സിറ്റൗട്ടിലേക്ക് കയറിയതും അവൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. എവിടെയായിരുന്നടാ മോനെ നീ? ഏങ്ങളടിച്ചുകൊണ്ട് അവൾ ചോദിച്ചു. ജസ്റ്റിന് ആകെ കൂടി തോന്നിയത് നാണക്കേടും മാത്രമാണ്. മുളങ്കരയിൽ ബസ്സിൽ വന്നിറങ്ങിയപ്പോൾ മുതൽ അവൻ തല താഴ്ത്തിപ്പിടിച്ചാണ് നടന്നത്. ആളുകൾക്ക് അവനെ കണ്ടപ്പോൾ അത്ഭുതമായിരുന്നു. നീ ഇത്രയും കാലം എവിടെയായിരുന്നു? ഇപ്പോൾ എവിടുന്ന് വരുന്നു? കണ്ടവർ അവനോട് ചോദിച്ചു. മുളങ്കര ടൗണിൽ അതൊക്കെ വലിയ വാർത്തയായി മാറാൻ അധിക നേരം വേണ്ടി വന്നില്ല. അറിഞ്ഞോ, നമ്മുടെ പായിപ്പാട്ട് വിൻസെൻറ്റിൻ്റെ അനിയനൊരുത്തനില്ലായിരുന്നോ ഒളിച്ചോടിപ്പോയ ജസ്റ്റിൻ? അവൻ്റെ തിരിച്ചു വന്നിരിക്കുന്നു. ചേട്ടൻ ജയിലിൽ ചാടിയ വിവരം അറിഞ്ഞുകൊണ്ട് വന്നതായിരിക്കും. വല്ല സഹായവും ചെയ്തു കൊടുക്കാൻ പറ്റുമോ എന്നറിയാൻ. ഓട്ടോറിക്ഷ സ്റ്റാൻഡിന് മുമ്പിലുള്ള പെട്ടിക്കടക്കാരൻ ശിവരാമൻ ജസ്റ്റിനെ അടുത്ത് വിളിച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി. കോയമ്പത്തൂരായിരുന്നു ഞാൻ. ഒളിച്ചോടിപ്പോയതൊന്നുമല്ല. ഔസേപ്പച്ചനെ എന്നെ കൊണ്ടുപോയത്. ഞാൻ അവിടെ ഉണ്ടെന്ന് ഔസേപ്പച്ചനെ അറിയാമായിരുന്നു. അയാളാണ് എനിക്ക് അവിടെ വർക്ക്ഷോപ്പിലും നെയ്ത്ത് കമ്പനിയിലും ജോലി വാങ്ങിത്തന്നത്.
ജസ്റ്റിൻ തൻ്റെ തിരോധാനത്തെ സംബന്ധിച്ചുള്ള സത്യാവസ്ഥ വെളിപ്പെടുത്തി. ശിവരാമൻ്റെ നാവിൽ നിന്ന് ആ വാർത്ത ഓട്ടോ ഡ്രൈവർമാർക്കിടയിലേക്ക് വ്യാപിച്ചു. ആനി ജസ്റ്റിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ടുപോയി സൂസമ്മയുടെ മുന്നിൽ നിർത്തി. മയക്കത്തിൽ ആരുടെയോ വിളി കേട്ട് സൂസമ്മ കണ്ണു തുറന്നു. മുമ്പിൽ നിന്ന ആളാരെന്ന് ശരിക്കും മനസ്സിലാകാത്ത പോലെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിമിഷങ്ങളോളം കിടന്നു. എന്നിട്ട് പതുക്കെ കണ്ണുകൾ തിരിച്ച് ആനിയെ നോക്കി. അമ്മയ്ക്ക് മനസ്സിലായില്ലേ? നമ്മുടെ ജസ്റ്റിനല്ലേ അമ്മ ഇത്? സൂക്ഷിച്ചു നോക്കിക്കേ. ആനന്ദക്കണ്ണീരോടെ അവൾ പറഞ്ഞു. സൂസമ്മയ്ക്ക് മനസ്സിലാകാഞ്ഞിട്ടായിരുന്നില്ല. അവർ പെട്ടെന്ന് ഒരേങ്ങലോടെ ജനലിന് നേർക്ക് തിരിഞ്ഞു കിടന്നു. ജസ്റ്റിൻ ആനിയെ നോക്കി. സാരമില്ലെന്ന് അവൾ കണ്ണു കാണിച്ചു. അമ്മയ്ക്ക് പിണക്കമാ നിന്നോട്. ഞങ്ങളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് ആരോടും മിണ്ടാതെ നീ. ആനിക്ക് പിന്നെയും കരച്ചിൽ വന്നു. ജസ്റ്റിൻ കട്ടിലിരുന്നു. അമ്മേ, അവൻ സൂസമ്മയുടെ തോളത്ത് മെല്ലെ ഉലച്ചു. അവരുടെ ശിരസ് പിടിച്ച് തനിക്ക് അഭിമുഖമായി തിരിച്ചു. അമ്മ അടക്കി പിടിച്ച് കരയുകയായിരുന്നുവെന്ന് അവന് മനസ്സിലായി. ഞാൻ തിരിച്ചു വന്നില്ലേ അമ്മേ? അമ്മയെ വിട്ടിട്ട് ഞാനിനി എങ്ങോട്ടും പോണില്ല. അവനും കരച്ചിൽ വന്നു കഴിഞ്ഞിരുന്നു. സൂസമ്മ അവൻ്റെ കൈത്തലം തൻ്റെ മുഖത്തേക്ക് ചേർത്ത് പിടിച്ചു. അവരുടെ കണ്ണീർ പുരണ്ട് അവൻ്റെ വിരലുകൾ നനഞ്ഞു. ജസ്റ്റിൻ്റെ തിരിച്ചുവരവും അവൻ വെളിപ്പെടുത്തിയ ചില സത്യങ്ങളും മുളങ്കരിയിൽ വലിയ ചർച്ചാ വിഷയമായിരുന്നു. ഔസേപ്പച്ചനാണ് ആരും അറിയാതെ അവനെ കോയമ്പത്തൂർക്ക് കടത്തിക്കൊണ്ടു പോയതെന്നും ഒളിവിൽ പാർപ്പിച്ചതെന്നുമുള്ള വിവരം മുളങ്കരക്കാർക്ക് വളരെ വിചിത്രമായി തോന്നി. ഔസേപ്പച്ചനാണ് ജസ്റ്റിനെ കാണാനില്ലെന്നും പറഞ്ഞ് അവിടെ അന്വേഷിച്ച് നടന്നതും പോലീസിൽ പരാതി കൊടുത്തതെന്നും അവർക്കറിയാമായിരുന്നു. അതിലെന്തോ തിരിമറി നടന്നിട്ടുണ്ടല്ലോ എന്നായി നാട്ടുകാർ. പലരും പായിപ്പാട്ട് ചെന്നു ജസ്റ്റിനെ കണ്ടു. അവൻ ആരുടെ മുന്നിലും സത്യാവസ്ഥകൾ മറച്ചു വെച്ചില്ല. വണ്ടിക്കച്ചവടവുമായി ബന്ധപ്പെട്ട് കോട്ടയത്ത് പോയിരുന്ന ഔസേപ്പച്ചൻ മുളങ്കരയിൽ തിരിച്ചെത്തി. ജസ്റ്റിൻ തിരിച്ചു വന്നുവെന്ന വാർത്ത അയാളെ ഞെട്ടിച്ചു. പരിചയക്കാർ അയാളുടെ ചുറ്റും കൂടി. ഇതെന്നാ ഇടപാടാ ഔസേപ്പച്ച? നീ അറിഞ്ഞില്ലേ വിവരം? സ്റ്റേഷനറി കച്ചവടക്കാരൻ സ്കറിയാച്ചൻ ചോദിച്ചു. എന്താ? ഞാനൊന്നും അറിഞ്ഞില്ല. നാട് വിട്ടുപോയ പായിപ്പാട്ട ജസ്റ്റിൻ തിരിച്ചു വന്നു. നീയാ അവനെ കടത്തിക്കൊണ്ട് പോയതെന്ന് അവനിവിടെ എല്ലാം പറഞ്ഞുകൊണ്ട് നടക്കുന്നേ. രാഖി രാമാനം നീ അവനെ കോയമ്പത്തൂർക്ക് കൊണ്ടുപോയി കണ്ട വർക്ക്ഷോപ്പിലൊക്കെ ഇട്ട് വിടുവേല ചെയ്യിക്കുകയായിരുന്നെന്ന്. നേരാമണ്ണം കൂലിയും ചാപ്പാടും ഒന്നും കിട്ടാതെ ആ പയ്യനങ്ങ് കോലം കെട്ടുപോയി. ഇതൊക്കെ ആര് പറഞ്ഞു? ആ ചെറുക്കൻ തന്നെ പറഞ്ഞതാ. അതവൻ വെറുതെ പറയുന്നതാ. അങ്ങനെ ചുമ്മാ ആരെങ്കിലും പറയുമോ? എന്നതാണേലും നീ കാണിച്ചത് മഹാപോക്കണം കേടായിപ്പോയി. നീ തന്നെയല്ലേ ഔസേപ്പച്ച അവനെ കാണാനില്ലെന്നും പറഞ്ഞ് നാടൊട്ടുക്കും പരക്കം പാഞ്ഞ് നടന്നതും പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിച്ചതും? ഞാൻ അവനെ കണ്ടൊന്ന് ചോദിക്കട്ടെ. ഔസേപ്പച്ചൻ അപ്പോൾ തന്നെ തൻ്റെ വണ്ടിയിൽ കയറി. അയാൾ അപകടം മണത്ത് കഴിഞ്ഞിരുന്നു. കാറ്റ് തിരിഞ്ഞു വീശുകയാണോ തനിക്കെതിരെ? ഔസേപ്പച്ചൻ്റെ വണ്ടി പൊടി പറത്തി പോയി കഴിഞ്ഞപ്പോൾ കണ്ടും കേട്ട് നിന്നവർ പരസ്പരം പറഞ്ഞു, ഇതിലേതാണ്ട് കള്ളത്തരമുണ്ട്. ടാറ്റാ സഫാരി പായിപ്പാട്ട് വീടിൻ്റെ മുറ്റത്ത് നിന്നു. അംഗരക്ഷകരുടെ അകമ്പടിയോടെ ഔസേപ്പച്ചൻ ഇറങ്ങി പായിപ്പാട്ട് വീട്ടിലേക്ക് ചെന്നു. വണ്ടി വന്നതറിഞ്ഞ ആനി സിറ്റൗട്ടിലേക്ക് ഇറങ്ങി. കയറ് ആളക്കൂറ്റിനെ പോലെ കയറി വന്ന ഔസേപ്പച്ചൻ്റെ മുമ്പിൽ അവൾ വഴിതടഞ്ഞു നിന്നു. എരിയുന്ന കണ്ണുകളോടെ അയാളെ അടിമുടി നോക്കി. ജസ്റ്റിൻ ഇല്ലേ ഇവിടെ? ഉണ്ടല്ലോ. എന്തി അവൻ? അകത്തുണ്ട്. എന്താ കാര്യം? എനിക്ക് അവനെ ഒന്ന് കാണണം. അയാൾ വാതിൽക്കലേക്ക് നീങ്ങി. ആനി പെട്ടെന്ന് വാതിലടഞ്ഞു നിന്നു. കാര്യം വല്ലതുമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. വീട്ടിലോട്ട് കയറാൻ വരട്ടെ. ആനി ചേച്ചിക്ക് ഇതെന്തു പറ്റി? ഒരുമാതിരി ആളറിയാത്ത പോലെ. ആളറിയാതെയാ നിന്നോട് ഇത്രയും കാലം ഞങ്ങൾ പെരുമാറിയത്, വിശ്വസിച്ച് വീട്ടിൽ വിളിച്ചു കയറ്റിയത്. ഇപ്പം നീ ആരാണെന്ന് ഞങ്ങൾക്ക് ശരിക്കും മനസ്സിലായി. ഇനി നിന്നെ ഞാൻ ഈ വീട്ടിൽ കയറ്റില്ല. ആനി ചേച്ചിക്ക് എന്ത് മനസ്സിലായെന്നാ? വിശ്വസിക്കാൻ കൊള്ളാത്തവനാണ് നീയെന്ന്, ചതിയനാണെന്ന്, വഞ്ചകനാണെന്ന്, ചിരിച്ചോണ്ട് കഴുത്തറക്കുന്ന നീചനാണെന്ന്. ആനി ചേച്ചി എന്തൊക്കെയായി പറയുന്നേ? ഔസേപ്പച്ചൻ ഒച്ച വെച്ച് ചിരിച്ചു. ഞങ്ങളുടെ ജസ്റ്റിനെ കോയമ്പത്തൂരേക്ക് കടത്തിയത് നീയല്ലേ? എന്നിട്ട് ഞങ്ങളുടെ അടുത്ത് നീ ഒന്നും അറിയാത്ത മട്ട് അഭിനയിച്ചു. അവനെ ലോകത്തെല്ലായിടത്തും അന്വേഷിക്കുന്നുണ്ടെന്നും പറഞ്ഞ് ഞങ്ങളെ കബളിപ്പിച്ചു. അപ്പോഴെല്ലാം നിനക്കറിയാമായിരുന്നു അവൻ എവിടെയുണ്ടെന്ന്. നീ തന്നെയാണല്ലോ അവനെ ഒളിവിൽ പാർപ്പിച്ചതും. ഒളിവോ? അവനൊരു ജോലി വേണമെന്ന് എന്നോട് പറഞ്ഞു. നാട്ടിൽ നിൽക്കുന്നത് നാണക്കേടാണെന്നും പറഞ്ഞു. ഞാൻ അവനൊരു ജോലി സംഘടിപ്പിച്ചു കൊടുത്തു. അവൻ എവിടെ ഉണ്ടെന്നുള്ള വിവരം ആരോടും പറയരുതെന്ന് അവൻ തന്നെ എന്നോട് പറഞ്ഞത്. പിള്ളേർ പറയുന്നതിനനുസരിച്ച് ചെയ്യാനിരിക്കുവാണോ നീ? ഔസേപ്പച്ച, നിന്റെ കള്ളത്തരമൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. പള്ളിത്താഴത്തെ സെബാനെ കൊന്നതോ കൊല്ലിച്ചതോ നീ തന്നെയാ. വിനിയെ ചതിച്ചത് നീയാ. ജൂലിയുടെ മരണത്തിന് ഉത്തരവാദി നീയാ. ഞങ്ങളുടെ കുടുംബം തകർത്ത ചെകുത്താനാ നീ. അമ്മയത് നേരത്തെ തിരിച്ചറിഞ്ഞു. ഞങ്ങൾ തിരിച്ചറിയാൻ വൈകിപ്പോയി. എന്നാലും ഇപ്പോഴെങ്കിലും അറിഞ്ഞല്ലോ. ഇനി പായിപ്പാട്ട് വീട്ടിൽ നിനക്ക് പ്രവേശനമില്ല. വന്ന വഴി തിരിച്ചു പൊയ്ക്കോണം. ഔസേപ്പച്ചൻ ആനിയെ നോക്കി ഒന്ന് ചിരിച്ചു.
തീർന്നില്ലല്ലോ ആനിച്ചേച്ചി. തിരുവനന്തപുരത്തെ ഹോട്ടൽ മുറിയിൽ ആനച്ചേച്ചിയുടെ ഈ സുന്ദര ശരീരം കളിപ്പന്ത് പോലെ ഇട്ട് തട്ടിക്കളിച്ചത് ഔസേപ്പച്ചനല്ലേ? അന്നേരം ഔസേപ്പച്ചൻ മോശക്കാരനാണെന്ന് തോന്നിയില്ലായിരുന്നോ? ഇല്ലല്ലോ, ജൂലിക്കും തോന്നിയിട്ടില്ല. കന്നാലി കച്ചവടക്കാരൻ്റെ മോനാണെങ്കിലും ഔസേപ്പച്ചന് വിത്തുകാളയുടെ ഉശിരാണെന്ന് അവളും സമ്മതിച്ചു തന്നിട്ടുണ്ട്. ആനിച്ചേച്ചിയും അതുപോലൊക്കെ ഏതാണ്ടൊക്കെ പറഞ്ഞിട്ടില്ലേ? എന്നിട്ടിപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് കഷ്ടമാണേ. ഇറങ്ങി പോടാ തെമ്മാടി. ഇനി മേലിൽ ഈ മുറ്റത്ത് കാല് കുത്തരുത്. നിനക്കുള്ള ശിക്ഷ ദൈവം കരുതി വെച്ചിട്ടുണ്ട്. അത് നിനക്ക് കിട്ടും വൈകാതെ. നോവൽ നാളെ വീണ്ടും തുടരും.